ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള പൊട്ടാറ്റോ സ്മൈലിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സ്മൈലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞതായതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഗ്രേറ്ററിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കട്ടകളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/3 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മളിവിടെ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൂടുതലായിട്ട് കിഴങ്ങിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബ്രെഡ് ക്രംസോ കോൺഫ്ലവറോ ഒക്കെ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് പരത്തിയെടുക്കാം. പലകയിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മാവ് മുഴുവനായിട്ട് അങ്ങ് പരത്തിയെടുക്കാം കേട്ടോ. ഇതുപോലെ കോൺഫ്ലവർ കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുത്താൽ മതി, അല്ലെങ്കിൽ ഈ കല്ലിലൊക്കെ ഒട്ടി പിടിക്കും. ഇതുപോലെ ചെറിയൊരു കട്ടിയിൽ പരത്തിയെടുക്കുക. ഇനി സ്റ്റീലിൻ്റെ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലൊരു സ്ട്രോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കണ്ണുണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് തിരിച്ചു കൊടുത്താൽ നമുക്കിതുപോലെ കിട്ടും. ഇനി വായ നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മാവ് ഈ സ്പൂണിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ സ്പൂണിൽ കുറച്ച് ഓയിൽ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിത് എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്യാം. അപ്പോൾ അടുത്തത് ഇനി പരത്തിയെടുക്കുമ്പോഴേക്കും ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സ്മൈലി മുഴുവനായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്